ടെസ്ല മോട്ടോഴ്സ് 2003 ആരംഭിക്കുന്നത് മാർട്ടിൻ മാർക്ക് എന്നീ രണ്ട് പേർ ചേർന്നാണ്. ഇവർ ഈ കമ്പനിക്ക് ടെസ്ല എന്ന പേര് നൽകിയത് പ്രശസ്തനും AC കറണ്ടിൻ്റെ ഉപജ്ഞാതാവുമായ നിക്കോള ടെസ്ലയുടെ ഓർമ്മയ്ക്കായിട്ടാണ്. എന്നാൽ ഇവർക്ക് ഈ ടെസ്ല എന്ന പേര് ഒഫീഷ്യലി ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതിന് കാരണം 1994 തന്നെ ബ്രാഡ് സീവർട്ട് എന്ന ആൾ ഈ ടെസ്ല എന്ന പേര് ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് 2004 ഇലോൺ മസ്ക് ടെസ്ല മോട്ടോഴ്സിൻ്റെ മേജർ ഷെയർ വാങ്ങുകയും അദ്ദേഹം ബോർഡിൻ്റെ ചെയർമാൻ ആവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ടെസ്ല എന്ന ട്രേഡ് മാർക്ക് ബ്രാഡ് സീവർട്ടിൽ നിന്നും സ്വന്തമാക്കുകയും ചെയ്തു. ഹിസ്റ്ററി ഇങ്ങനെയൊക്കെ ആണെങ്കിലും എലോൺ മസ്ക് ഇപ്പോഴും പല ഇൻ്റർവ്യൂകളിലും പറയുന്നത് ടെസ്ല ഇലക്ട്രിക് കാറിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് താൻ തന്നെയാണെന്നാണ്. ടെസ്ല മോട്ടോഴ്സിൻ്റെ തുടക്കത്തിൽ മാർട്ടിനും മാർക്കും ഉദ്ദേശിച്ചത് സ്റ്റൈലിഷായ ഇലക്ട്രിക് സ്പോർട്സ് കാറുകൾ ഉണ്ടാക്കുക പെട്രോൾ കാറുകൾക്ക് ബദലായിട്ട് എന്നായിരുന്നു. എന്നാൽ പിന്നീട് ഇതിനെ പാസഞ്ചർ കാറാക്കി മാറ്റുന്നതിനും ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റുന്നതിനും പിന്നിൽ പ്രവർത്തിച്ചത് എലോൺ മസ്ക് എന്ന CEO യുടെ ലീഡർഷിപ്പും കഴിവുകളും തന്നെയാണ്.